അങ്ങനെ ഞങ്ങൾ പാം ജുമേറ കാണാൻ വേണ്ടി, പാം ജുമേറ ഐലൻഡ് മാത്രമല്ല, ഇതുണ്ടോ ഹോട്ടൽ കണ്ടോ, ഹോട്ടൽ കാണാൻ വേണ്ടി നല്ല ചൂടുണ്ടല്ലേ. അവരെല്ലാം പാം ജുമേറ കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. അറ്റ്ലാന്റിസ് ഹോട്ടൽ. ഞങ്ങൾ ഇവിടെ ഇറങ്ങി അങ്ങ് കാണാമെന്ന് വിചാരിച്ചു. എന്തോ ഹോട്ടലാപ്പ ഇത്, എന്നോ ആർക്കിടെക്ചർ ഡിസൈനാന്ന് നോക്കി. ഇവിടെ താമസിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം ദിവസം. നമുക്കിതൊക്കെ സ്വപ്നം കാണാം, ദൂരെ നിന്ന് കാണാം, അടിപൊളിയില്ല. പിന്നെ പാം ജുമേറയുടെ ബീച്ചിലെത്തി. ഇവിടെയൊക്കെ വൈകിട്ട് വന്നാണ്ടല്ലോ, നിറച്ച ആൾക്കാർക്ക്. ഇപ്പൊ നല്ല ചൂട് സമയമായതുകൊണ്ടാണ് ആൾക്കാർ കുറവ് കേട്ടോ. ഇത് നല്ല ചൂട് സമയം. ഇപ്പൊ സമയം 10 മണി. എന്നാലും ഇവിടെ ആളാ കേട്ടോ ഈ ചൂടത്തും. ബുർജ് അൽ അറബ് ദൂരെ നിന്ന് കണ്ടു. അവിടെയും ലക്ഷങ്ങളാണ് വില ഒരു ദിവസത്തേക്ക്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലാണ്. അതിൻ്റെ തൊട്ടടുത്താണ് അറ്റ്ലാന്റിസ് ഇതെന്ന് തോന്നുന്നു, എന്താ വാട്ടർ തീം പാർക്ക്. ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ല, ഇത് പണ്ടത്തെ ഐക്കണിക് ആയിരുന്നു ദുബായിയുടെ. ഇപ്പം അതല്ല, ഇപ്പം ബുർജ് ഖലീഫയാണ്. അങ്ങനെ സബീൽ പാലസിലെത്തി. പാലസ് കാണാൻ അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുമായിരിക്കും. നല്ല ഭംഗിയായിട്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഒരഴുക്ക് പോലും ഇല്ല. അങ്ങനെ സബീൽ പാലസ് വരെ വന്നു, തിരിച്ചിങ്ങനെ പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് അലൗഡ് അല്ല, അവർക്ക് പോലീസ് കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് അലൗഡ് ചെയ്യത്തില്ല. സബീൽ പാലസ് കാണിക്കാമെന്നൊക്കെ പറയുന്നത് അവിടെ വരെ പോകാൻ അലോ ചെയ്യത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് അലോ ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സബീൽ പാലസ് കാണിക്കാൻ വേണ്ടി ഇത്ര പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വീഴാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ഫീലിംഗ് പ്രകാരം പകുതി മുക്കാലും ഇങ്ങനെ പൊക്കിക്കെട്ടിയ കുറേ കാര്യങ്ങളെന്നേ ഉള്ളൂ. അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ ഫീലാണ് പറഞ്ഞത്. പകുതിയും വൻകെട്ടിടങ്ങൾ അതുണ്ട് ഇതുണ്ട്, അല്ലെങ്കിൽ ബുർജ് ഖലീഫ. ഇപ്പം നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടേ കയറിയിട്ട് താഴോട്ട് നോക്കാൻ, ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറി താഴോട്ട് നോക്കി, അത്രേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ഓടി പിന്നെ ഇങ്ങോട്ട് ദുബായിലോട്ട് വരത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതങ്ങ് കയറുന്നതെന്ന് മാത്രം. അതിനെല്ലാത്തിനും പൈസയാണ്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറും അതേ അനുഭവമാണ്. അത് ശരിക്ക് പഠിക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ പ്രയോജനപ്പെടും, അല്ലാത്തവർക്ക് അത്രയും പ്രയോജനം ഉണ്ടാകുന്ന ഇല്ല. പ്രായമുള്ളവർക്കോ പിള്ളേർക്കോ അതൊരു വലിയ എൻ്റർടൈൻമെൻ്റായിട്ട് തോന്നത്തില്ല. ദുബായ് ഫ്രെയിമിൻ്റെ അടുക്കൽ എത്തി. ഇതിനകത്ത് കയറാൻ പൈസ വേണം. ഇതുകൊണ്ട് ഒരു 10-25 നില. ഇനി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വ്യൂ എടുക്കാം. ചൂടെ മാറിയപ്പോഴത്തേക്ക് ഈ സ്റ്റൈലായി. ഇത് അപ്പുറത്തെ സൈഡ് ഓൾഡ് ദുബായും ഇപ്പുറത്തെ സൈഡ് ന്യൂ ദുബായും എന്നാണ് ഇവർ പറയുന്നത്. അതിനകത്തൊരു ലിഫ്റ്റ് കയറി പോകുന്നുണ്ട്, കാണാൻ പറ്റും, ഞാൻ സൂം ചെയ്യുന്നില്ല. ഒരു ലിഫ്റ്റ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഇതിനകത്തോട്ട് കയറാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്നെടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അതിൻ്റെ മണ്ടയിൽ നിന്ന് നടക്കാൻ പറ്റും. അവിടെ സ്കൈ വാക്കിംഗ് ഉണ്ട് ആക്ച്വലി. അതുകൊണ്ട് അത് ഗ്ലാസ്, ആ ഭാഗത്ത് ഗ്ലാസ്സാണ്. ഇത് ഓൾഡ് ദുബായിയുടെ നമുക്ക് അങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മണ്ടക്കരെ കുറേ കൂടെ ഭംഗിയായിട്ട് കാണാം. ഓൾഡ് ദുബായിയുടെ കൺസെപ്റ്റാണ്. അപ്പുറത്ത് പുതിയ ദുബായ്, അവിടെ
ന്യൂ ദുബായ്. അവിടാണ് കൂടുതൽ ഇപ്പം വലിയ കൺസ്ട്രക്ഷനും ബുർജ് ഖലീഫ ഒക്കെ ആ ഭാഗത്താണ്. ഇതിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടെന്നാ പറയുന്നത്. ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ ഡ്രൈവറിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇവിടെ ലിസ് റെസ്റ്റോറൻറ്റ്. അവർ രണ്ടുപേരും, അത് രണ്ട് മലയാളികളാണ് അതിൻ്റെ ഓണറെ, മാത്യുവും പിന്നെ ഒരു വേറൊരു പേരോട് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്നു. അവർ എൻജിനീയേഴ്സാണ്. അത് വിട്ടേച്ച് അവരിത് അവരുടെ പാഷൻ തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻറ്റ്. പക്ഷെ നല്ല കിണ്ണം മാമ്പഴ പുളിശ്ശേരിയൊക്കെ. എനിക്ക് ഈ സ്ഥലം കറക്റ്റ് അറിയത്തില്ല, ഞങ്ങൾ വരുന്ന വഴിയിൽ അങ്ങ് ഇത് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദുബായ് ഗോൾഡ് സൂക്കിലൊന്ന് കയറി. മൊത്തം ഗോൾഡും മറ്റേ വജ്രവും ഡയമണ്ടും എല്ലാ സാധനവും ഉണ്ട്. ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിൻ്റെ കണ്ടോ, അങ്ങ് പൊതിഞ്ഞ് വേണേ എടുക്കാം, അതുപോലെ സ്വർണം. ഇത് സ്വർണ്ണമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. ഇത് ആനയുടെ നെറ്റിപ്പട്ടം പോലെ കേട്ടോ, അടിപൊളി. എൻ്റെ അമ്മേ, ഇത് എന്നതാപ്പ ഇത് ആരെടുത്തിടും? അയ്യോ, പിന്നെ വേറൊന്നും വേണ്ടല്ലോ. എന്താ ഗോൾഡ് സൂക്കുന്ന എല്ലായിടത്തെ നമ്മുടെ മലയാളി കടയൊക്കെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അയ്യോ, അടിപൊളി. എൻ്റെ പൊന്നോ, നമ്മൾ ഞെട്ടും. എങ്ങനെ പണിഞ്ഞെടുത്തത്? ഇതിൻ്റെ സ്പൈസസ് സൂക്കാണ് ഇവിടെ മൊത്തം. ഡ്രസ്സുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. എന്താ ഇവിടെയൊക്കെ നമ്മുടെ ആൾക്കാരെ കാട്ടി കൂടുതൽ കാണുന്നത് യൂറോപ്യൻസ്, ആഫ്രിക്കൻസ്, അങ്ങനത്തെ ടീമുകളൊക്കെയാണ് ഇഷ്ടം പോലെ വന്ന് ചാടുന്നത്. നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പച്ചകളാണ് തോന്നുന്നു. പച്ചകൾ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും കേട്ടോ. എന്താ എന്ത് രസമാണ്, നല്ല കിടുകിടാച്ച സാധനങ്ങളാണ്. ഇതൊക്കെ എന്തോ ഓടും. ഇനി എന്താ ചെയ്യാനുള്ളത്? എൻ്റെ പൊന്നാശാണ്, എന്തോ അപ്പ ഇത്. എൻ്റെ പക്ഷെ ഇവർക്കിതൊന്നും, ഇവരിത് കാണത്തേ ഉള്ളൂ. എൻ്റെ പൊന്നാശാനെ, അതൊക്കെ എന്തുകൂടോ ഇത്? എനിക്ക് അതുകൊണ്ടോ? അയ്യോ, ഇതൊക്കെ കണ്ടോ? എന്നെ ഇതൊക്കെ എന്തോ അപ്പാ ഇത്? കണ്ണ് തെള്ളിക്കോ? ഇവന്റെ ആസ്തി എപ്പം എന്തോരം ഉണ്ടാവും.